ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ, ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി നിങ്ങളൊന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് വേറെ ആൾക്ക് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ബിനാൻസിലും OKX-ലും ലിസ്റ്റ് ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുക, നിങ്ങൾക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഇല്ലെങ്കിൽ ഒരുപാട് പ്രോഫിറ്റ്, ഇതിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആൻസർ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അതിൽ ഞാൻ പോസിറ്റീവും പറയുന്നുണ്ട്, ഡിസഡ്വാൻറ്റേജും പറയുന്നുണ്ട്, നെഗറ്റീവും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കൂടിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്നെ കുറേ പേര് പൗസ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവിടെ തർക്കിക്കാം, ഇല്ലെങ്കിൽ പൗസ് ചീത്തയാണ് വേണ്ടിട്ട് തർക്കിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എൻ്റെ അഭിപ്രായം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു വീഡിയോയിൽ ക്വാണ്ടം വാലറ്റിൻ്റെ SATU എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണിൻ്റെ കുറച്ച് ഡൗട്ടുകളും കൂടി ഉണ്ട്. അതും കൂടി ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാനുള്ള ഒരു ഓപ്ഷനും ഞാൻ ഈ ഒരു വീഡിയോയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവൻ്റെ അനൗൺസ്മെൻറ്റിലേക്ക് വരികയാണ്. അപ്പോൾ റീസെൻ്റ്ലി തന്നെ ഇവൻ്റെ ഒരു ലിസ്റ്റിംഗ് ഡേറ്റ് അവർ എന്ത് ചെയ്തു, മാറ്റിയിട്ടുണ്ടായിരുന്നു. ആൾറെഡി തന്നെ ഇന്നാണ് 3:30 ആകുമ്പോഴായിരിക്കും നമ്മുടെ പൗസൊക്കെ ലിസ്റ്റ് ആവേണ്ടത്. പക്ഷേ അതെന്തായില്ല, ലിസ്റ്റ് ആയില്ല, സ്ലൈറ്റ്ലി അഡ്ജസ്റ്റഡ്. അതായത് അവർ ഒരു പോസ്റ്റ്പോൺഡ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് ഡേറ്റിലേക്കാണ് മാറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മാർച്ച് 30 ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ടോക്കൺ ലിസ്റ്റ് ആവാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് റീസെൻ്റ്ലി ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഹിൻഡുകൾ എല്ലാം എന്താണ്, മാർച്ച് 30 എന്തായാലും ലിസ്റ്റ് ആവും. അപ്പോൾ കുറേ ആൾക്കാർ വെച്ച വാദങ്ങളാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ പെട്ടെന്ന് തന്നെ ലിസ്റ്റിംഗ് ഡേറ്റ് മാറ്റിയത്? അപ്പോൾ കുറച്ച് ആൾക്കാർ താഴെ വന്ന് പറയുകയാണ്, ഇത് ബൈനാൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, അവർ അതിൽ കൊണ്ട് ലിസ്റ്റ് ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് തന്നെ അവർ കുറച്ച് സമയം ചോദിച്ചായിരുന്നു, അതുകൊണ്ടായിരിക്കണം അവരിങ്ങനെ ഒരു ചേഞ്ച് വന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം OKX സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ അവരിലും എന്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയായിരിക്കാം ഇതിനൊരു ഡേറ്റ് ചേഞ്ച് വന്നിട്ടുണ്ടാവുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും ഇത് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആൾക്കാർ എല്ലാവരും ചോദിക്കുകയാണ്, ഈ ഒരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ എന്തിനാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ആ ഒരു കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരും കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. എന്നാൽ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നത്. അപ്പോൾ റീസെൻ്റ്ലി തന്നെ നമ്മുടെ ബൈനാൻസിലും OKX-ലും അവരൊരു ഹിൻ്റൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് പൗസിറ്റി എന്ന് പറയും, ഈ പോസിറ്റീവ്ലി എന്ന് പറയുന്ന പോലെ തന്നെ പൗസിറ്റീവ്ലി എന്നുള്ളൊരു കാര്യം അവിടെ അവർ പറയും. അതേപോലെ തന്നെ ഓസം എന്ന് പറയുന്ന അവിടെ പൗസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനും ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു രണ്ടെണ്ണം ഇത് കൺഫേം ആയിട്ട് പൗസിനെ പറ്റിയിട്ടാണോ പറയുന്നത്? നമുക്ക് ഒരിക്കലും അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പല കാര്യങ്ങളും, പല മീം കോയിൻസും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ മാർക്കറ്റിൽ കിടന്ന് കളിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു 90% ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പൗസിനാണ്. എന്താണെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഹൈപ്പിലാണ് ഇപ്പോൾ പൗസ് ഉള്ളത് എന്നുള്ളൊരു കാര്യമുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇതിൽ ഒരു ചാർട്ട്, എല്ലാ കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ചാർട്ടൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം, കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് പൗസിൻ്റെ സപ്പോർട്ടേഴ്സ് ആരൊക്കെയാണ്. ഫാൻഡം, ബ്ലം, മാജിക് ഈതൻ, റേഡിയം, ജൂപ്പിറ്റർ, സൊലാന ഫൗണ്ടേഷൻ, അതേപോലെ തന്നെ റീസെൻ്റ്ലി വന്നിട്ടുള്ള മെറ്റോറ എന്ന് പറഞ്ഞിട്ടുള്ള ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു പാർട്ട്നേഴ്സ് ഉണ്ട്. അതിൽ അതേപോലെ തന്നെ ഈ മാർക്കറ്റ് മ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട്നേഴ്സ് അവിടെ കയറി വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രൊജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെയധികം സൊലാന ഫൗണ്ടേഷന് നല്ലൊരു പ്രൊജക്റ്റ് തന്നെയാണ്. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഫ്യൂച്ചറിലൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ മേ ബി നമ്പർ 1 ആവാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ഉള്ള പ്രൊജക്റ്റ് തന്നെയാണ് പൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഹൈപ്പല്ല, പോസിറ്റീവാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ നമുക്ക് മേജർ ആയിട്ടുള്ള ഡൗട്ട്, അപ്പോൾ ഈ ഒരു വാട്ട് ഹാപ്പൻ ഇഫ് പൗസ് ഗെറ്റ് ലിസ്റ്റഡ് ഓൺ ബിനാൻസ് ആൻഡ് OKX, വിൽ ദ പ്രൈസ് സ്കൈ റോക്കറ്റ്? അപ്പോൾ ഇതിൽ ലിസ്റ്റ് ആയെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൈസ് കയറുമോ, ഇല്ലെങ്കിൽ അത് വെറും ഒരു ഹൈപ്പ് മാത്രമാണോ? ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ, ലിക്വിഡിറ്റി, ബെനിഫിറ്റ്, റിസ്ക് ആൻഡ് വാട്ട് മീൻസ് ദ പൗസ് ഹോൾഡർ. അപ്പോൾ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വിൽ പൗസ് പ്രൈസ് ഇൻക്രീസ് ആഫ്റ്റർ ലിസ്റ്റിംഗ്. അപ്പോൾ ഫസ്റ്റ് സെഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പൗസ് ടോക്കൺ വന്ന ഉടനെ ലിസ്റ്റ് ആയി പറഞ്ഞാൽ ഈ ബൈനാൻസിലും OKX-ലും ലിസ്റ്റ് ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൈസ് കൂടുമോ? അപ്പോൾ ഫസ്റ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ബിനാൻസും OKX-ഉം എന്നുള്ളത് മേജർ ആയിട്ടുള്ളൊരു എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ അതിൽ ഒരുപാട് ഡിമാൻഡാണ് അവർ വയ്ക്കുക, ഒരുപാട് ആൾക്കാരാണ് അവിടെ കിടക്കുക. അവിടെ ഇറങ്ങുന്ന ഓരോ ഈ ടോക്കൺസും, കോയിൻസ് ആയിക്കോട്ടെ, ടോക്കൺസ് ആയിക്കോട്ടെ, വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള പ്രൊജക്റ്റുകൾ മാത്രമാണ് നമ്മുടെ ബൈനാൻസിലും OKX-ലും ലിസ്റ്റ് ആവാൻ പോകുക എന്നുള്ളതാണ് ഫസ്റ്റ് പോസിറ്റീവ്. അതേപോലെ തന്നെ ആൾക്കാർക്ക് കുറേ ഫോം വരും. ഈ ബൈനാൻസും OKX-ഉം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ താഴെയും ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റിൻ്റെ താഴെയും ഒരുപാട് ആൾക്കാർ എന്താണ്, ബൈനാൻസ് ലിസ്റ്റ് ആവും, ഇത് ഇന്ന പ്രൈസിൽ വരും, ആ പ്രൈസിൽ വരും, ഈ പ്രൈസിൽ വരും എന്ന് പറഞ്ഞിട്ട് ഇതിൽ ആൾക്കാർ ഒരുപാട് കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി രണ്ടാമത്തെ പോസിറ്റീവായിട്ട് നിങ്ങൾ കാണാം. അതേപോലെ തന്നെ മൂന്നാമത്തെ പോസിറ്റീവ് എന്നാൽ മേജറായിട്ട് ബൈനാൻസിലും OKX-ലും ഒരുപാട് വെയിൽസ് ഉണ്ടാവും. വെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മാസീവായിട്ടുള്ള
ആൾക്കാർ, പൈസയൊക്കെ ഹോൾഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഈ ട്രേഡിംഗ് സെഷനിലേക്ക് ഇറങ്ങും. ഈ ഒരു പൗസിനെ പറ്റി അറിയുന്നു, ഇതിന് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് അവർ വിചാരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് അവർ ഈ ട്രേഡിംഗ് സെഷനിൽ ഇറങ്ങുമ്പോൾ ഇതിന് വളരെയധികം എന്താണ് വാല്യൂ വയലേഷൻ, ഒരുപാട് വാല്യൂ കയറാനും കുറയാനും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ പോസിറ്റീവ്. അതേപോലെ തന്നെ എന്താണ് നെഗറ്റീവ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മുടെ ആൾറെഡി തന്നെ ഇതിൽ കുറേ ലോഞ്ച് പൂൾ നടക്കുന്നുണ്ട്, പ്രീ മാർക്കറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാരണം കറൻ്റ്ലി പെട്ടെന്ന് ലിസ്റ്റായ ആ സമയത്ത് കുറേ ആൾക്കാർ എന്ത് ചെയ്യും, ഇതങ്ങോട്ട് സെല്ല് ചെയ്ത് കളയും. അങ്ങനെ സെല്ല് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞാൽ വന്ന ആ ലിസ്റ്റിംഗ് സമയത്തിനേക്കാളും വളരെയധികം വാല്യൂ കുറയാനുള്ള ഒരു സാഹചര്യം അവിടെ കിടക്കുന്നില്ലേ? തീർച്ചയായിട്ടും കിടക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് നെഗറ്റീവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്തത് നമ്മൾ പറയുകയാണ്, ഇഫ് നോ റിയൽ അഡോപ്ഷൻ ഫോളോ പൗസ് മേ സി എ പ്രൈസ് കറക്ഷൻ. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള എല്ലാ റെഗുലേഷനും ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഈ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള മെറ്റോർ ആയിക്കോട്ടെ, മാർക്കറ്റ് മ്യൂട്ടർ ആയിക്കോട്ടെ, ഒരുപാട് ആൾക്കാർ ഈ പൗസിൻ്റെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾറെഡി തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് വന്നിട്ട് ഇത് ലിസ്റ്റ് ആയ സമയത്ത് അവൻ്റെ കുറച്ച് ഹോൾഡിങ്സ് ഒക്കെ വിറ്റു എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് എന്താണ്, വളരെയധികം വാല്യൂ കുറയാനുണ്ട്. അതിപ്പോൾ ബൈനാൻസിൽ ലിസ്റ്റ് ആയിക്കോട്ടെ, OKX ലിസ്റ്റ് ആയിക്കോട്ടെ, അവൻ്റെ ഫണ്ട് ഒരുപാട് നമുക്ക് കുറയാനുള്ള ഒരു സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റ് നമുക്ക് എന്താണ്, ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ആ ഒരു കറണ്ട് ടൈമിൽ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടും കൂടി ഇതിൻ്റെ ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അതേപോലെ തന്നെ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ ബൈനാൻസിലും OKXലും എന്തുകൊണ്ടാണ് പല പ്രൊജക്റ്റുകളും ലിസ്റ്റ് ആവാതെ പോകുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അവിടെ മേജറായിട്ട് അവിടെ വരുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അവിടെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നൊരു എമൗണ്ട് ഓഫ് മണിയിലുള്ള ഒരു ടോക്കൺ അവർക്ക് എന്ത് ചെയ്യണം, അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ്, അതുകൊണ്ടാണ് പല പ്രൊജക്റ്റും എന്ത് ചെയ്യുന്നില്ല, മേ ബി അത് കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ ഒക്കെ കുറഞ്ഞാലും ഈ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നിശ്ചിത വാല്യൂലെങ്കിലും, ഒരു ചെറിയ വാല്യൂലെങ്കിലും അവിടെ നിന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ലിക്വിഡിറ്റി ആര് കൊടുക്കണം, ആ പ്രൊജക്റ്റിൻ്റെ കമ്പനി ബൈനാൻസിന് കൊടുത്ത് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് ആ കോയിൻ നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള പോലെ, ഇല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു വാല്യൂ തന്നെ നിൽക്കാനുള്ളൊരു സംഭവം ലിക്വിഡിറ്റി ആര് കൊടുക്കണം, നമ്മുടെ കമ്പനി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിന് എത്രത്തോളം ഫണ്ടാണ് വേണ്ടത് എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെയാണ് പല ഉഡായിപ്പ് പ്രൊജക്റ്റുകളും ബൈനാൻസിലൊന്നും ലിസ്റ്റ് ആവാതെ പോകുന്നത്. അപ്പോൾ ഒരുപാട് ഫണ്ട് ചിലവുള്ള കാര്യമാണ് ബൈനാൻസിലും OKXലും ലിസ്റ്റ് ആവുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്, എത്രത്തോളം ഫണ്ടൊക്കെയാണ് അവിടെ ലിക്വിഡിറ്റിക്ക് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഇനീഷ്യലായിട്ട് വേണ്ടത്. ഇത് 100% കൺഫേം ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ബൈനാൻസിൽ 3 മില്യൺ ടു 5 മില്യൺ വരെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർക്ക് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അവരുടെ ആ ടോക്കൺ അവർക്ക് അവിടെ കൊടുക്കേണ്ട ആവശ്യം അവർക്കുണ്ട്. അതേപോലെ തന്നെ OKXലായാൽ $1 million to $1 million ആണ് ഞാൻ പറയുന്നത്, $1 million to $3 million വർത്തുള്ള ടോക്കൺസ് അവിടെ ലിക്വിഡിറ്റി മെയിൻ ആയുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കണം. അതും കൂടാതെ അവർക്ക് ഫീസ് ഇല്ലെങ്കിൽ ഈ കാര്യം അവിടെ കൊണ്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിനൊരു പൈസ കൊടുക്കാനുള്ള ഓപ്ഷനും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ $1 ലക്ഷം to $5 ലക്ഷം വരെ അവിടെ ലിസ്റ്റ് ചെയ്യാൻ ബൈനാൻസിൽ കൊടുക്കണം. അതേപോലെ തന്നെ OKXൽ $1 ലക്ഷം to $3 lakh വരെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ അവിടെ അവർ എന്ത് ചെയ്യണം, അവരുടെ കമ്പനി അവർക്ക് കൊടുത്താൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇഫ് ദ പ്രൊജക്ട് സ്ട്രോങ് ബാക്കിംഗ് ആൻഡ് പാർട്ട്ണർഷിപ്പ് വിത്ത് വോണ്ട് ബി എ ഇഷ്യൂ. അപ്പോൾ നമുക്ക് ഒരു ഈ പ്രൊജക്റ്റിന് ഒരുപാട് ബാക്കപ്പും ഒരുപാട് പൊട്ടൻഷ്യലും ഉണ്ട് എന്ന് വെച്ചാൽ ഇതൊരു ഇഷ്യൂ ആയിട്ട് അവർക്ക് എല്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പൗസ് എന്ന് പറഞ്ഞാൽ ഈ ബൈനാൻസിലും OKXലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലിസ്റ്റ് ആയില്ലെങ്കിൽ ഇതിന് വളരെയധികം വാല്യൂ കുറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഇല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഞാൻ പറയുന്നില്ല, വളരെയധികം വാല്യൂ കുറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അത് ഞാൻ എന്തുകൊണ്ടാണ് അത് പതുക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരുപാട് ഫോമോ നിങ്ങൾ അവർ പറയുന്ന പോലെ തന്നെ ആവരുത് എന്ന് ഞാൻ പറയുന്നുണ്ട്. അടുത്തത് ഞാൻ പറയുന്നത്, ഇതിൽ എങ്ങാനും ലിസ്റ്റ് ആയാൽ ബെനിഫിറ്റ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു ബെനിഫിറ്റ്സിൻ്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. മാസീവ് എക്സ്പോഷർ ആൻഡ് ട്രേഡിംഗ് വോളിയം. ഒരുപാട് യൂസേഴ്സാണ് നമ്മുടെ ബൈനാൻസിലും OKXലും ആയിട്ടുള്ളത്. ബൈനാൻസ് ഏറ്റവും നമ്പർ 1 ടോപ്പ് എക്സ്ചേഞ്ച് ആയി നിൽക്കുന്ന ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചർ ആയി നിൽക്കുന്ന നമ്മുടെ ഒരു ആപ്പാണ്. അപ്പോൾ ഇല്ലെങ്കിൽ ഒരു കമ്പനിയാണ്. അവിടെ ഒരുപാട് ആൾക്കാരാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ലിസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ വളരെയധികം വാല്യൂ കൂടാനും കുറയാനും ഇത് നിൽക്കുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ മീം കോയിനും കൂടിയാണ്. അപ്പോൾ വളരെയധികം വാല്യൂ കൂടാനുള്ളൊരു സാഹചര്യങ്ങൾ നമ്മുടെ ബൈനാൻസിൽ ലിസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ വൈൽസിൻ്റെയും മേജറായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഇൻവോൾവ്മെൻറ്റ് കിട്ടാൻ പറ്റുന്ന 2 മേജറായിട്ടുള്ള എക്സ്ചേഞ്ചാണ് ഈ ബൈനാൻസും OKXും എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹയർ ലിക്വിഡിറ്റിയും
അതേപോലെ തന്നെ പ്രൈസ് സ്റ്റേബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഇല്ലെങ്കിൽ ഒരുപാട് മാനിപ്പുലേഷൻ ഇല്ലാത്ത ബെറ്റർ ട്രേഡിംഗ് എക്സ്പീരിയൻസസ് കിട്ടുന്ന 2 എക്സ്ചേഞ്ചുകളാണ് ബൈനാൻസും OKX അതൊരു ഇതാണ്. അതേപോലെ തന്നെ ഈ ബൈനാൻസിലും OKXിലൊക്കെ നമുക്കിത് ലിസ്റ്റായി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രസ്റ്റ് വൈസ് ഏറ്റവും കൂടുതൽ കൂടാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിനും നല്ല രീതിയിൽ തന്നെ ഇതിന് വാല്യൂ കൂടും. ഇപ്പോൾ കഴിഞ്ഞിടെയായിട്ട് ഹാംസ്റ്ററൊക്കെ ഇങ്ങനെ വാല്യൂ കൂടിയില്ലേ, അതൊരു മീം കോയിൻ ആണ്. അന്ന് വാല്യൂ കുറഞ്ഞു കൂടി, വാല്യൂ കുറഞ്ഞു കൂടി, അപ്പോഴും ഇതിനൊരു മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു വിശ്വാസം നമ്മുടെ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ വരാനുള്ള സാധ്യതയും ഈ 2 എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആയാലും കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും മെയിനായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഡിസഡ്വാൻറ്റേജ് ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, ഈ ഹൈ കോസ്റ്റ് വന്നാലും ഇല്ലെങ്കിൽ എന്താണ് ഒരുപാട് ഡംപ് വന്നാലും നിങ്ങൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താലും ഈ മേജറായിട്ട് എപ്പോഴും നമുക്കിതിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് ഈ ഒരു ബിനാൻസിൽ ലിസ്റ്റ് ആകുമ്പോൾ ഒരുപാട് പ്രൈസ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അവിടെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു സാധാരണ രീതിയിലുള്ള പ്രൈസ് ഒരുപാട് കാലത്തേക്ക് സ്റ്റേബിളായി പോകാനുള്ള ഒരു കാര്യമാണ് ഈ ബിനാൻസും OKXും എന്നുള്ള റിയാലിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. പക്ഷെ ഞാൻ പറഞ്ഞു തന്നതിൽ എന്തായാലും ഒരു 90% 80% എങ്കിലും ഞാൻ പറഞ്ഞ രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ തോട്ട് എന്താണ്, വിൽ പൗസ് എക്സ്പ്ലോർഡ് ആഫ്റ്റർ ബിനാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ തിങ്ക് ചെയ്യാനുള്ളത് നമുക്ക് എന്താണ്, ഷോർട്ട് ടൈമിൽ ആൾക്കാർക്ക് ഒരു പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു സാഹചര്യം തന്നെയായിരിക്കും ഈ ബൈനാൻസിലും OKXിലും ഇത് ലിസ്റ്റായി നമുക്ക് കിട്ടുന്നത്. ലോങ് ടേമിലേക്ക് നിങ്ങൾ ഒരിക്കലും എടുത്തു വെക്കരുത് ഇങ്ങനെയുള്ള ഒരു മീം കോയിൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എപ്പോഴെങ്കിലൊക്കെ പ്രൈസ് നല്ലോണം ഡംപായൊക്കെ ആയി ഇതിന് വല്ല അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് ഒരു പ്രൊജക്റ്റ് അനൗൺസ്മെൻറ്റ് തന്നിട്ട് നിങ്ങൾക്ക് ഹൈപ്പ് കയറ്റി, ഇതിപ്പോൾ ലിസ്റ്റഡ് ആയി കഴിഞ്ഞു, ഒരുപാട് ഹൈപ്പ് കയറ്റി നിങ്ങളിത് വാങ്ങും, ഞങ്ങളിത് ഇത് ചെയ്യാൻ പോവാണ്, അത് ചെയ്യാൻ പോവാണ്, അങ്ങനെ ചെയ്യാൻ പോവാണ്, എല്ലാ കാര്യങ്ങളും പറയാമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, അവിടെ കുറേ വെയിൽസിൻ്റെയും VCസിൻ്റെയും എൻഡേഴ്സ് അവിടെ ഇറങ്ങിയിട്ടുണ്ടാവും. അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് വേടിപ്പിച്ച് പെട്ടെന്ന് തന്നെ വാല്യൂ അവരൊക്കെ സോൾഡ് ചെയ്തിട്ട് അവരുടെ പ്രോഫിറ്റും കമ്പനിൻ്റെ പ്രോഫിറ്റും ഉണ്ടാക്കിയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയ പൈസയൊക്കെ പോകാനുള്ള ചാൻസുകളും ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒക്കെ നോക്കിയും കണ്ടിട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫൈനലായിട്ടുള്ള തോട്ട് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇത് ലിസ്റ്റ് ആവട്ടെ, ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ആയിട്ട് നിങ്ങൾ ആരും എടുത്തു വെക്കരുത്, ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ SATU എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണിൻ്റെ കുറച്ച് ഡൗട്ടുകളാണ്. കുറേ ആൾക്കാർക്ക് ഡൗട്ടുകൾ. അപ്പോൾ റീസെൻ്റ്ലി തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നെ ഇപ്പോൾ റീസെൻ്റ്ലി റെസ്ട്രിക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, അവർ കൂടുതലും കാര്യങ്ങൾ ഒരുപാട് നമുക്ക് ഡൗട്ടൊക്കെ വരുന്നത് പറഞ്ഞു തരാം. അപ്പോൾ മേജറായിട്ട് തൗസൻഡ്സ് ഓഫ് പീപ്പിളുടെ ഡൗട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ SATU എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ എപ്പോഴാണ് എനിക്ക് പൈസയാക്കി മാറ്റാൻ പറ്റുക, ഇല്ലെങ്കിൽ അത് വെറും ഒരു ഡെമോ ആണോ, അങ്ങനെയുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ ഞാൻ മെൻഷൻ ചെയ്ത് എൻ്റെ ടെലിഗ്രാം ചാനൽ മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ SATU ഈസ് ആൻ ഓൺ ചെയിൻ ഡിജിറ്റൽ അസറ്റ് ദാറ്റ് ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് ടു ദ ATU ടോക്കൺ ആൻഡ് ഈസ് ദ ബ്രിഡ്ജ് ആൻഡ് ബോണ്ട് ഓഫ് ATU ആഫ്റ്റർ SATU ഈസ് ലോഞ്ചിങ് ഓൺ ദ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള SATU എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണും അതിൻ്റെ ഡീസെൻട്രലൈസ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ A2 ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ നിന്ന് തരും. അപ്പോൾ ഈ SATU എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണും ലിസ്റ്റാവും. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ മെയിനായിട്ട് അവർ എയർ ഡ്രോപ്പ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് തരാൻ വേണ്ടിയിട്ട് SATU എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കൺ ഉണ്ടാക്കുന്നു. അത് ഫ്യൂച്ചറിൽ ലിസ്റ്റ് ആവുന്നു, നമുക്ക് എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടുന്നു. നിങ്ങൾക്കിപ്പോൾ കാണുന്ന ഈ $900 ആയിരിക്കില്ല നിങ്ങൾക്ക് മേ ബി എന്താവുക, ലിസ്റ്റ് ആകുമ്പോൾ കിട്ടുക. പക്ഷെ നിങ്ങൾ ഒരുപാട് ആൾക്കാരെ റെഫർ ചെയ്ത് കയറ്റി നിങ്ങളോട് പൈസ മുടക്കാൻ ഞാൻ പറയുന്നുണ്ടോ, തീർച്ചയായിട്ടും ഞാൻ പൈസ മുടക്കാൻ പറയുന്നില്ല. നിങ്ങൾക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു കീ സേഫ് ആയിട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ട് ഫ്യൂച്ചറിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെ ബാങ്കിലൊക്കെ ഇടുന്ന പോലെ ഇത് ഇട്ട് വെച്ചാൽ നമുക്ക് എന്താണ് 18% ആയിരുന്നു കൂടുതൽ ഇൻകം കിട്ടും എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിലും ഞാൻ കൂടുതലായിട്ട് എന്താണ് പറയുന്നത്, ഒരുപാട് ആൾക്കാർക്ക് റെഫർ ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാലറ്റിൽ ഇവിടെയുള്ള ഒരു ഫണ്ട് കൂടും. ഇങ്ങനെയുള്ള ഫണ്ട് കൂടി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ $900 ആണെങ്കിൽ മേ ബി ഇത് ലിസ്റ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വെറും ഒരു $9 കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം മാക്സിമം ഇതിൽ ഉണ്ടാക്കുന്നോ അപ്പോൾ നമുക്ക് അത്രത്തോളം ഒരു പ്രോഫിറ്റ് ഒക്കെ കിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മേജറായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നേരെ ഈ ഒരു പ്രൊഫൈൽ സെക്ഷനിൽ വന്നിട്ട് ഷെയർ വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്താണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക, റെഫറൽ കോഡ് കിട്ടുക. നിങ്ങളുടെ റെഫറൽ കോഡ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതേപോലെ തന്നെ ഇവിടെ ബൈൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾ ആരാണോ റെഫർ ചെയ്യുന്നത് ആ കോഡ് എടുത്ത് നിങ്ങൾക്ക് ബൈൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്ക് റെഫറൽ കോഡ് എവിടെയാണെന്ന് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തന്നത്. നേരെ പ്രൊഫൈൽ സെക്ഷനിൽ ഷെയർ വിത്ത് മൈ
ഫ്രണ്ട്സ് എന്നിട്ടുള്ള ഭാഗത്ത് നമുക്ക് അവിടെ റെഫറൽ കോഡ് അടിച്ചു കൊടുക്കാനുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് നോക്കുക. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഓരോരോ ആൾക്കാർ പറയുമ്പോൾ ഈ ക്രിപ്റ്റോയിൽ ഏറ്റവും കൂടുതൽ വേണ്ട ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയൂ. നമ്മളൊരു കാര്യം പറഞ്ഞതാണ് എടുത്തു ചാടി അതേ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നല്ല. നിങ്ങളത് 100% ഇല്ലെങ്കിൽ ഒരു 100 പ്രാവശ്യം ഇല്ലെങ്കിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കുക. എന്ത് കാര്യങ്ങളും എടുത്തു ചാടി അതിൽ കൊണ്ട് പൈസ ഇടുക, എടുത്തു ചാടി അതിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. നമ്മൾക്ക് ക്ഷമയും അങ്ങനെ പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ക്ഷമയുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ ക്രിപ്റ്റോയിലൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഒന്നും അടിക്കാതെ ഇല്ലെങ്കിൽ നമുക്ക് ലോസ് ഒന്നും ഇല്ലാതെ നമുക്കൊരു നല്ല മനസ്സോടെയൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഒരുപാട് ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാനൊരു ലിങ്ക് നിങ്ങൾക്ക് ലൂട്ട്സിൻ്റെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ പേയ്മെൻ്റ് ആണ്, 50 രൂപയും 20 രൂപയും 100 രൂപയൊക്കെയാണ്. പക്ഷേ മേ ബി 50 രൂപയും 20 രൂപയും എല്ലാവർക്കും ചെറിയൊരു പേയ്മെൻ്റ് ആയിട്ട് മാറില്ല. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അതിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടാക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടുന്ന 2-3 ലൂട്ട്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന് ഈ ഏഞ്ചൽ വണ്ണ് നമുക്ക് കിട്ടും, അതുപോലെ തന്നെ ഈ അപ് സ്റ്റോക്സ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. എയർടെൽ പേയ്മെൻറ്റ് ബാങ്കിൽ എയർടെൽ സിം വേണം തന്നെ ഇല്ല, നിങ്ങൾക്ക് ജിയോ യൂസ് ചെയ്യാം, VI യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് 100 രൂപ കിട്ടാനുള്ള ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. 125 രൂപയും 20 രൂപയും അതേപോലെ തന്നെ ഈ ആദിത്യ ബിർളൻ്റെ ഒക്കെ ലൂട്ട്സ് ഒക്കെ എൻ്റെ ആയി കഴിഞ്ഞിട്ടുണ്ട്. 20 രൂപ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ 125 രൂപ നമുക്ക് വിത്തിൻ 7 ഡേയ്സിൽ കിട്ടും. ഏഞ്ചൽ വണ്ട് എന്തായാലും ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ വേറെ ആൾക്ക് അയച്ചു കൊടുക്കുക, അയാൾക്കും കിട്ടും. അപ്പോൾ 3-4-5 ആൾക്കാർ ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ 1000 രൂപ കിട്ടിയെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും ടെലിഗ്രാം ചാനലിലും കൂടി ഒന്ന് കയറുക. ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താണ് കൺക്ലൂഡ് ചെയ്തത്, ബൈനാൻസിലും OKXലും ലിസ്റ്റ് ആയെന്ന് പറഞ്ഞാൽ പ്രൈസ് കൂടാം. അതേപോലെ തന്നെ ഒരുപാട് റിസ്ക് കിടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബൈനാൻസിലും OKXലും ലിസ്റ്റ് ആവുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റേബിളായിട്ട് ചെറിയൊരു വാല്യൂ നിലനിൽക്കാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരുപാട് ഫോമോ മറ്റുള്ള ആൾക്കാരുടെ പോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ക്വാണ്ടം വാലറ്റിൻ്റെ SATU എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തായാലും ഫ്യൂച്ചറിൽ ചെയ്യാം. അതേപോലെ തന്നെ അത് നമുക്കൊരു കാശൊന്നും മുടക്കാൻ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത് പ്രൊമോഷൻ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു നഷ്ടം വരുത്താനും ഞാൻ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും കയറുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ചാനലൊക്കെ ഇഷ്ടപ്പെട്ടവർ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കുറേ ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുക്കുക, നമ്മുടെ ചാനൽ പറ്റി പറയുക, സംസാരിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.